ഭയങ്കര സിമ്പിൾ പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ പേപ്പർ. നീറ്റ് 2026 എന്ന് പറയുന്നത് ഒരു ഫുൾ മാർക്ക് പോസിബിലിറ്റി ഉള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. നമ്മുടെ ഡോപ്പയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഈസി ആവാനാണ് ചാൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറുമ്പന്മാരാണ് നമ്മുടെ NTA എന്ന് പറയുന്നത് ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ 2024 നീറ്റ് എക്സാമിനേഷൻ ഭയങ്കര സിമ്പിളാക്കി, 2025 അത്യാവശ്യം നല്ല ലെവൽ ടഫാക്കി, വീണ്ടും 2026 ഭയങ്കര സിമ്പിൾ പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ പേപ്പർ. ഇത് സിമ്പിൾ പേപ്പർ ആണോ അല്ലയോ എന്ന് നോക്കുന്നത് ഒരു റിപ്പീറ്റർ ബാച്ചിന്റെ കുട്ടിയെ ആ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിലാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കണ്ടന്റ് പഠിച്ചു പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല സിമ്പിൾ പേപ്പറാണ്. ഫിസിക്സ് പേഴ്സണലി ഞാൻ നോക്കി, നമ്മുടെ ഒരു ടീം കംപ്ലീറ്റ്ലി ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ഫിസിക്സിലില്ല. ബയോളജിയും കെമിസ്ട്രിയും ചോദിച്ച ലെവലിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ നീറ്റ് 2026 എന്ന് പറയുന്നത് ഒരു ഫുൾ മാർക്ക് പോസിബിലിറ്റി ഉള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട്, ആക്ച്വലി ഇത് മൈൻഡ് ഗെയിമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, കഴിഞ്ഞ ദിവസവും കൂടി പറഞ്ഞ കാര്യമാണ്, മൈൻഡ് ഗെയിമാണ്. മെൻ്റൽ പ്രഷറിനെ കറക്റ്റായിട്ട് താങ്ങി നിർത്തിക്കൊണ്ട് എക്സാമിനേഷൻ എഴുതിയ ഒരു കുട്ടിക്ക് ഒരു ഫെയർ മിനിമം നോളജ് ഉണ്ടെങ്കിൽ, NCERT നോളജ് നന്നായിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഔട്ട് ഓഫ് സിലബസ് ഒരു സിംഗിൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഫിസിക്സിലില്ല. ഒരു സിംഗിൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഫിസിക്സിൽ ഇല്ല. അതേപോലെ തന്നെ ഓവർ ഹൈ ലെവൽ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പോലും തന്നിട്ടില്ല. അതേപോലെ പേടിച്ചിരുന്ന ചില കണ്ടന്റുകൾ ഉണ്ടാവും, ഔട്ടാണോ ഔട്ട് അല്ലേ എന്ന് തോന്നുന്ന ചില ടോപ്പിക്കുകൾ, റേഡിയോ ആക്റ്റീവ് DK, പൊട്ടൻഷ്യോമീറ്റർ തുടങ്ങിയ ടോപ്പിക്കുകൾ, അത്തരം ടോപ്പിക്കുകൾ ഒന്നുപോലും ഫിസിക്സിൽ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത്തവണത്തെ നീറ്റ് എക്സാമിനേഷൻ ഇനി നിങ്ങൾ എങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞാലും മക്കളെ, ഇപ്പം എഴുതി കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട. ഇനി നിങ്ങൾ റിലാക്സ് ആവുക, ചില്ല് ചെയ്യുക. ബാക്കി വരുന്നിടക്ക് വെച്ച് കാണാം. ഈ ഒന്ന് നോക്കുക, സെറ്റ് ചെയ്യുക. നമ്മുടെ ഡോപ്പയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഈസി ആവാനാണ് ചാൻസ്. കാരണം എന്താ വെച്ചാൽ അവരെല്ലാ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടതാണ്. എക്സ്ട്രീംലി സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, ടഫ് ലെവൽ കണ്ടു, മോഡറേറ്റ് ലെവൽ കണ്ടു, അങ്ങനെ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കണ്ടതാണ്. ഏത് ലെവൽ വേണമെങ്കിലും വരാമെന്ന് നമ്മൾ ആദ്യമേ പ്രിഡിക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സംഭവം കുട്ടികളുടെ തലയിൽ ഉള്ളത് കൊണ്ട് തന്നെ, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് അവർ പോയത് കൊണ്ട് തന്നെ ഒരു പ്രഷറും ഇല്ലാതെ അവർ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് 100% ഗ്യാരണ്ടിയാണ്. എന്തായാലും മക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു റെസ്പോൺസിനായിട്ട് നമ്മൾ കാത്തിക്കുക. അതുകൊണ്ട് എനിക്ക് വാക്കുകളൊന്നുമില്ല. എനിവേ, താങ്ക് യു. എല്ലാവരും അടിപൊളിയായിട്ട് ചില്ല് ചെയ്യട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ ചില്ല് ചെയ്യാനുള്ള ദിവസങ്ങളാണ്. തകർക്ക്.